നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ മരണദിനത്തെ ആരും ഇന്നുവരെയും നല്ല ദിനം എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും നീചമായ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു പി ചന്ദ്രശേഖരന്റേത്. ആ സഖാവിന്റെ മരണദിനത്തെ ആരും നല്ല ദിവസം എന്ന് വിശേഷിപ്പിച്ചില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നു എങ്കിൽ ഇതൊരു കലാപഭൂമിയായി മാറുമായിരുന്നു. എന്നാൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ ഭരണാധികാരിയായിരുന്ന പൊന്തിയോസ് പീലാത്തോസ് ഒരുവനെ ശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. ആ വ്യക്തിയുടെ മരണം അഥവാ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ലോകം ഇട്ട പേരാണ്, ആ ദിവസത്തെ വിളിച്ച പേരാണ് ഗുഡ് ഫ്രൈഡേ. മലയാളി അതിനെ പരിഭാഷപ്പെടുത്തിയപ്പോൾ വിപരീത വാക്കായിട്ട് ഉപയോഗിച്ചു. ഗുഡ് ഫ്രൈഡേ ബിക്കം സാഡ് ഫ്രൈഡേ. നല്ല വെള്ളി ദുഃഖവെള്ളിയായി മാറി. എന്തുകൊണ്ട് യാതൊരു പ്രതിഷേധവും ഇന്നുവരെയും ഉണ്ടായിട്ടില്ല? ഒറ്റ കാരണമേ ഉള്ളൂ. അതിനുത്തരം പറയുവാൻ യോഗ്യനായത് യേശുവിന്റെ കൂടെ നടന്ന അരിമ ശിഷ്യന്മാരിൽ ഒരുവനാണ്. പത്രോസ് എന്ന യേശുവിന്റെ ശിഷ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശുവിന്റെ മരണം ഒരു സാധാരണ മരണമല്ല. യേശുവിന്റെ മരണം ഒരു രക്തസാക്ഷിത്വ മരണമല്ല. പിന്നെയോ യേശുക്രിസ്തുവിന്റെ മരണം അതൊരു പ്രായശ്ചിത്ത മരണമാണ്. മാനവ മനുഷ്യൻ പാപം നിമിത്തം നിത്യനരകത്തിലേക്ക് നിബന്ധിച്ചു പോയപ്പോൾ അവനെ അവിടെ നിന്നും ഉയർത്തി സ്വർഗത്തിന്റെ പങ്കാളിയാക്കി തീർക്കുവാനാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. സ്നേഹിത, ഈ മരണം